സെൽവരാജേ, എടീ എവിടെയാണ് നിന്റെ നീ അച്ഛൻ? ഒന്നും പറയരുതമ്മേ. സെൽവരാജ് എവിടെയാടാ നീ? സെൽവരാജ്, എടാ സെൽവരാജ്, ഡോക്ടർ പരീക്ഷ കഴിഞ്ഞ ഉടനെ ശക്തിയെ എന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അമ്മേ, നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ എന്ത് പറഞ്ഞാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു? നീ ചുമ്മാ ഇറ. ഇവളായിരിക്കും വേണ്ടാന്ന് പറഞ്ഞത്. ഇവക്ക് നമ്മുടെ കുടുംബക്കാരെ കണ്ടാലേ ആവില്ലല്ലോ. ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ച് വിളമ്പിയ ചോറ് തിന്നല്ലേ ഇവൻ വളർന്നത്. എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ, കൂടെ പറഞ്ഞവളെ പറ്റിക്കല്ലേ. ആരെ പറ്റിച്ചെന്നാ ചേച്ചി? പൂർണ്ണിക്ക് മുമ്പേ ശക്തിയുടെ കല്യാണം എങ്ങനെ നടത്തുന്നേ? നിനക്ക് റെയിൽവേയിൽ ആരാ ജോലി വാങ്ങിച്ചതെന്ന്? അതൊക്കെ ഇപ്പൊ എന്തിനു പറയണം? എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ജോലി നിനക്ക് ഞാൻ വാങ്ങിച്ചു. ആ ജോലി തിരിച്ചു തന്നിട്ട് ഞാൻ പോയി ചത്തേക്കട്ടെ? പറയൂടാ, നീ ഇതും പറയും ഇതിനപ്പുറം പറയും. നിന്റെ മോള് വലിയ ഡോക്ടർ പഠിപ്പ് പഠിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്നും മറക്കല്ലേ എന്ന് പറയാൻ വന്നതാ. ഏതെങ്കിലും ഒരു ദിവസം നീ പോലും അറിയാതെ അവര് നിന്നെ കെട്ടിപ്പൊതിഞ്ഞ് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവും പെണ്ണെ. ശക്തി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശക്തി, പഴയ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് സേതുവിനെ കൊണ്ട് അവർ നിന്നെ കല്യാണം കഴിപ്പിക്കും. സൂക്ഷിച്ചോ. പൂർണ്ണി ഒന്ന് വരുന്നേ. ഹായ് ശ്വേത. ഹായ്. 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 ഇവിടെ എന്ത് ചെയ്യുന്നു? ശക്തി എന്തേ? നിങ്ങൾ പിരിഞ്ഞെന്നാണല്ലോ അറിഞ്ഞത്. അതെ. പിന്നെന്തിനാ? അല്ല, 4-5 ദിവസമായിട്ട് കണ്ടില്ല. എവിടെ? അവള് US പോയല്ലോ. US ഇപ്പോ എന്തിനാ? അവൾ US-ലൊന്നും പോയില്ല, മെഡിക്കൽ ക്യാമ്പിൽ പോയിരിക്കാ. പോരെ? മെഡിക്കൽ ക്യാമ്പാ? എവിടെയാ? കണ്ണൂർ ഡിസ്ട്രിക്ട്. 3 ആഴ്ചത്തേക്ക്. 3 ആഴ്ചത്തേക്കോ? 3 ആഴ്ച തന്നെ. തിരികെ ഇങ്ങോട്ടല്ലേ വരുന്നേ? ഓക്കെ, താങ്ക്സ്. താങ്ക്സ് അലോട്ട്. ബൈ. വാടാ. $2000 രൂപ. എന്തിനാടാ ഇത്രയും പണം? എനിക്കൊരു സ്ഥലം വരെ പോവാനാ. എവിടെ എന്താണെന്ന് ചോദിക്കരുത് പ്ലീസ്. അച്ഛനറിഞ്ഞ അവിടെ കൊല നടക്കും. അതിനു മുമ്പ് അമ്മ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് വെച്ചേക്ക്. പെണ്ണാണോ? ഞാൻ വരട്ടെ. എടാ ശ്രദ്ധിച്ചു പോണേ, വേഗം തിരിച്ചു വരണം. ഡോക്ടർ, പേഷ്യന്റ് ഫിറ്റ്സ് വന്നിരിക്കാം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ബെഡ്. സിസ്റ്റർ, ഹോൾഡ് ദി ലെഗ്സ്. എന്താ എന്നെ തേടി വരാൻ ഇത്ര നാളായത്? നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. നീ ഇല്ലാതെ ജീവിക്കാനും കഴിയില്ല. ശക്തി, ഐ ലവ് യു. എനിക്ക് വേണ്ടി എന്ത് ചെയ്യൂ? എന്താ, ട്രെയിനിൽ നിന്ന് ചാടണോ ഞാൻ? എന്നെ കല്യാണം കഴിച്ചോ? നിങ്ങളുടെ വീട്ടിൽ നിന്നോ? ഞാൻ എന്റെ വീട്ടിലും. ആരും പറയണ്ട. നേരെ വരുമ്പോ അറിയിക്കാം. എന്താ കള്ളക്കല്യാണം കഴിക്കാന്നാ? എന്നാ എന്നെ വേറെ ആരും കേട്ടില്ലല്ലോ. സീരിയസ് ആയിട്ടാണോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്? അപ്പൊ നമ്മൾ ആരും പിരിക്കില്ല. സമ്മതിച്ചൊന്ന് പറ. ഡോക്ടർ പറഞ്ഞ പിന്നെ അതിന് അപ്പീലുണ്ടോ? സത്യമായിട്ടും? ഹായ് മണവാട്ടി. പൂർണ്ണി, പേടിയാവുന്നു.
എന്താടി ഇത് എല്ലാ ഏർപ്പാടിന് ശേഷം? പേടിയാവുന്നു. എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. ചെപ്പിക്കിട്ട് രണ്ട് തരിയാ വേണ്ടത്. അന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് മിണ്ടായിരിക്കാനല്ലേ നീ പറഞ്ഞേ? ഇപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോ പേടിയാണെന്ന് പറഞ്ഞ? എനിക്കെന്തോ ധൈര്യം വരുന്നില്ല പൂർണ്ണി. തീരുമാനിച്ചില്ലേ മോളെ, എല്ലാം ശരിയാവും. വാ. എന്താ ഇത് ഇന്ന് പതിവില്ലാതെ സാരി ഉടുത്തിരിക്കുന്നത്? എങ്ങോട്ടാ? വേറെ എങ്ങോട്ടാ? ഞാൻ ബാങ്കിലേക്ക്, അവള് ഹോസ്പിറ്റലിലേക്ക്. വാ എന്റെ മരുമകളെ, വാ. വന്ന് ഒരു ഇഞ്ചക്ഷൻ ഇട്. എന്റെ അച്ഛൻ സ്വത്ത് സുഖം തന്നിട്ട് പോയില്ല, കാശ് പണം തന്നിട്ട് പോയില്ല, ഈ ഷുഗർ കംപ്ലൈന്റ് മാത്രം മറക്കാതെ തന്നിട്ട് പോയി. നീ എന്റെ വീട്ടിൽ മരുമകളായിട്ട് വന്നാലേ എനിക്ക് കൂടെ കൂടെ ഇവിടെ വരണ്ട. ബസ് കൂലി ലാഭം. ഇവള് മരുമകളായിട്ട് വന്നാലേ വേറെ ഏതെങ്കിലും ഇഞ്ചക്ഷൻ തന്നു വരും. സൂക്ഷിച്ചോണേ. കാപ്പി കുടിച്ചിട്ട് പോവാം. ആ, നല്ല കാപ്പിയായിട്ട് എന്താ? ഒന്നുമില്ല. ഇതാകതാ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നേ? നന്നായി. അച്ഛനെ കാണാതെ പോകേണ്ടി വരുമല്ലോ. സമയമൊന്നും. ശരി അച്ഛാ. ശരി, പോയിട്ട് വാ. ആ ടെമ്പിൾ ട്രസ്റ്റിന്റെ കേസ് എന്തായി? അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വാങ്ങിക്കാം. അയ്യോ, കഴിഞ്ഞ തവണ ആ ജഡ്ജി വല്ലാതിട്ട് ചുറ്റിച്ചതാ. ആ സാറെങ്ങോട്ടാ? ഒരു ഫ്രണ്ടിന്റെ വീട് വരെ. ഏത് വഴിക്കാടാ? വേണ്ട, ഞാൻ പൊക്കോളാം. ഏത് വഴിക്കാടാ പറ. അത് സാന്തു. വാ വാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, അച്ഛൻ കോർട്ടിലേക്ക് വെക്കോ. ഗണേശേട്ടാ പൊക്കി വെക്കോ. ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, കേറടാ. വെറുതെ ഓട്ടോയ്ക്ക് എന്തിനാ കാശ് കളയുന്നേ? അയ്യോ, ബസ് വന്നല്ലോ. അവൾ മിസ് ചെയ്യോ? ആരും നമ്മളെ കാണില്ലല്ലോ. ചിട്ടാതിരിക്കും. പേടിക്കോളെ. നമുക്ക് തിരിച്ചു പോയാലോ? ശരി, വാ പോവാ. പൂർണ്ണി ഒന്ന് പറഞ്ഞു വെച്ചു. മിണ്ടാതെ കേടി ചോദിച്ചു. ഇതെന്താ കള്ളക്കല്യാണ? അതെ അങ്കിൾ. രണ്ടുപേരുടെ അച്ഛനമ്മ അറിയാതെ? അപ്പൊ ഫ്രണ്ട്സ് മാത്രമേ കൂട്ടനുണ്ടാവുള്ളൂ എന്ന് പറ. അതെ. ഇതിലൊരു കിക്കുണ്ട്. ഡെയിലി രജിസ്റ്റർ ഓഫീസിൽ കുത്തിയിരുന്ന് മടുക്കുമ്പോഴേ ഇതൊരു ത്രില്ല് തന്നെയാണേ. എന്താ പുത്ര, എന്ത് ചെയ്യാൻ പോവാ? ഒന്നുമില്ല. അതെനിക്ക് മനസ്സിലായി. ലോ വേണ്ടെന്ന് പറഞ്ഞു, എഞ്ചിനീയറിംഗ് എന്നും കമ്പ്യൂട്ടർ എന്നും പറഞ്ഞു കുറെ കറങ്ങി. ഇപ്പോഴെന്താ പരിപാടി? അതാണോ ഉദ്ദേശിച്ചത്? പേടിച്ചു പോയി. അച്ഛാ, ഒരു ബാങ്ക് ഗ്യാരണ്ടി തന്നാ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്. ആ, മകനല്ലേ, ചെയ്തു തന്നേക്കാം. ഹായ്. ഹലോ. ഹായ്. ഇതാണോ കല്യാണ പെണ്ണ്? അതെ. എവിടെ കല്യാണ ചെറുക്കൻ? പേടിച്ചോടിയോ? കാർത്തിക്, എന്താ മിസ്സസ് പ്രേമ? എന്തൊരു അതിശയം, ആശ്ചര്യമായിരിക്കുന്നു. നീ അമ്പലത്തിലൊക്കെ വരുവോ? അതെ, വന്നു. ദൈവമില്ല, പൂജയും വേണ്ടെന്ന് പറയായിരുന്നല്ലോ. ഇപ്പൊ എന്താ പറ്റി? അല്ല, അമ്പലത്തിലെ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടൊന്ന് കല്യാണം കഴിക്കാൻ പോവാ. പ്രേമയുടെ അഭിപ്രായം എന്താ? നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ, കളിത്തമാശ. ചെല്ല് ചെല്ല്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലിരിക്കുന്നു. നീ ആണെങ്കിൽ അവിടെ. കുറച്ച് നാളത്തേക്കല്ലേ? എത്ര നാളത്തേക്ക്? ചേച്ചിയുടെ കല്യാണം കഴിയുന്നവരെ. നിന്റെ ചേച്ചി ഒന്ന് വേഗം കെട്ടിച്ചൂടാൻ പറ. ഞാൻ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യണം. അതിനിടെ സാറ് ഫൈനാൻഷ്യലി ഒന്ന് സെറ്റ് ആവും വേണം. തോലച്ചു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്നറിയാലോ. ഞാനിപ്പോ കടയിലാ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.